അപ്പോൾ നമ്മളുള്ളത് കരിക്കകം ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്ര സന്നിധിയിലാണ്. അവിടെ ക്ഷേത്രോത്സവം 2ാം ദിവസമാണ്. ഇപ്പോൾ നിവേദ്യ ചടങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കൊപ്പം 2 അതിഥികൾ ചേരുന്നുണ്ട്. ക്ഷേത്ര സെക്രട്ടറി അശോക് കുമാർ, ഒപ്പം കരിക്കകം വാർഡിലെ മുൻ കൗൺസിലർ ശ്രീ DJ കുമാരൻ, ഇരുവരും ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ അശോക് കുമാർ, നമ്മളിന്ന് രാവിലെ മുതൽ പുത്തൻപുലരി ഞങ്ങളുടെ മോർണിംഗ് ഷോ കരിക്കകം ക്ഷേത്ര നടയിൽ നിന്നാണ്. ഈ ക്ഷേത്രോത്സവം എവിടെ എത്തി നിൽക്കുന്നു? ക്ഷേത്രത്തിൻ്റെ 1ാം ഉത്സവ ദിവസമായി ഇന്നലെ കരിക്കേത്തമ്മ പുരസ്കാര വിതരണം ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി സാറിനാണ് കരിക്കേത്തമ്മ പുരസ്കാരം വിതരണം ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടി ആരംഭിച്ച ഗുരുപൂജയോടുകൂടി ഉത്സവങ്ങൾ ആരംഭിച്ചു. ഇന്ന് 2ാം ദിവസമാണ്. ഇന്ന് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾ എല്ലാം ഉണ്ട്. ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം അന്നദാന സദ്യയാണ്. അതിനുള്ള 1500ഓളം പേർ ഇരിക്കുന്ന അന്നദാന മണ്ഡപത്തിൽ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഗിന്നസ് ബുക്കിന്റെ സാധ്യതാ പട്ടികയിൽ വന്ന അന്നദാനം ഇന്ന് ഏകദേശം 20,000-ന് പുറത്ത് ആൾക്കാർ ദേവിയുടെ അന്നദാനം കഴിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരവും പ്രസിദ്ധ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾക്ക് ശേഷം നാളെയും മറ്റന്നാളുമാണ്. അതിനുശേഷം 5-ാം ദിവസവും 6-ാം ദിവസവുമാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത്. ദേവിയെ തങ്കരഥത്തിൽ പുറത്തെഴുന്നള്ളിക്കുന്നു. അത് കഴിഞ്ഞ് 30-ാം തീയതിയാണ് പൊങ്കാല. പൊങ്കാലയ്ക്ക് വിപുലമായ സംവിധാനങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും വിപുലമായ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും കരിക്കം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കി കഴിഞ്ഞു. ശരി, ഈ ഗുരുപൂജ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. ഇവിടെ എന്താണ് ഗുരുപൂജ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഗുരുവാണ്. ഈ ക്ഷേത്രത്തിലെ ദേവിയെ പ്രതിഷ്ഠിച്ച ആളാണ് ഗുരു. ആ ഗുരുവിനെ ക്ഷേത്ര കാരണവർ മടത്തുവീട് കുടുംബത്തിന്റെ വകയായിരുന്നു ഈ ക്ഷേത്രം. ആ മടത്തുവീട് കുടുംബത്തിലെ കാരണവരാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത്. ആ ഗുരുവിനെ പൂജിച്ചുകൊണ്ട് തുടങ്ങുക എന്നുള്ള ഹൈന്ദവ ആചാരമുണ്ട്. ആ ഹൈന്ദവ ആചാരം അതേപടി നിലനിർത്തിക്കൊണ്ട് ഗുരുപൂജയോടുകൂടി തുടങ്ങുകയാണ് കരിക്കം ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഉത്സവം. ശ്രീ DJ കുമാരൻ, ഈ നാടിന്റെ ഉത്സവമാണ്. ഒരു മുൻ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ഈ ക്ഷേത്രോത്സവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ ഈ കരിക്കം ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരുടെ ഭക്തജനങ്ങളുടെ ഒരു വലിയൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് വേണ്ടി നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും എല്ലാം വളരെ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഭക്തജനങ്ങൾക്ക് പോകുവാനും, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു 1500 പേര് ഒരു പന്തിയിൽ ഇരിക്കുന്ന ഏകദേശം 10-20,000-ഓളം ഭക്തജനങ്ങൾ ഡെയിലി അന്നദാനം കഴിക്കുന്നു. അങ്ങനെ നല്ല വിവിധ കലാപരിപാടികൾ, ക്ഷേത്ര ആചാരപ്രകാരമുള്ള ഒരുപാട് പൂജയോടുകൂടി നേരത്തെ സൂചിപ്പിച്ചു ഗുരുപൂജയോടുകൂടി തുടങ്ങിയ പൂജ, അതായത് 30-ാം തീയതി പൊങ്കാലയ്ക്കും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്കെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ ഉത്സവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭക്തജനങ്ങൾക്ക് വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു വലിയൊരു ഉത്സവമാണ്. അശോക് കുമാർ, അതായത് ഇവിടുത്തെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു, പിന്നീട് നാട്ടുകാർ ഏറ്റെടുക്കുന്നു അല്ലേ? അങ്ങനെയാണ്. അതായത് ക്ഷേത്ര ട്രസ്റ്റ് ബേസിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. യഥാർത്ഥം പറഞ്ഞാൽ കരിക്കകത്തെ നിവാസികളുടെ ഓണമല്ല അവർക്ക് പ്രാധാന്യം, കരിക്കകത്തമ്മയുടെ ഉത്സവമാണ്. എല്ലാ വീടുകളുടെ ഗേറ്റുകളും തുറന്നിട്ട് കൊടുക്കുന്നു. എല്ലാ വീടുകളുടെ അടുക്കള വരെ ഭക്തജനങ്ങൾ പോകാനുള്ള സംവിധാനം കരിക്കകത്തെ ജനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു ദേശീയ ഉത്സവമായി വരണമെന്നുള്ള ആ കരിക്കകം നിവാസികളുടെ അതിയായ ആഗ്രഹമാണ് ഇതിന് പിന്നിലുള്ളത്. അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. ശരി, പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതുവരെ? പൊങ്കാലയാണല്ലോ കരിക്കം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. KSRTCയുടെ ഏകദേശം 250-ഓളം ബസ്സുകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി സർവീസ് നടത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട DGPയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കമ്മീഷണർ ഏകദേശം 500-ഓളം പോലീസുകാരെ വിന്യസിക്കാനുള്ള സ്കീം ഓഫ് ബന്ദോബസ്ത് അറേഞ്ച്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ ശംഖുമുഖ AC-യും പേട്ട സർക്കിൾ ഇൻസ്പെക്ടറും എല്ലാം സദാസമയം ഉണ്ട്. കൂടാതെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ആണെങ്കിൽ വെള്ളത്തിനുള്ള ടാങ്കുകളെല്ലാം തന്നെ കോർപ്പറേഷൻ സജ്ജീകരിച്ചു കഴിഞ്ഞു.
പൊങ്കാല തർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാല ഇടുന്ന പുതുമ്പും ചൂട്ടും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള കോർപ്പറേഷൻ ജീവനക്കാരെ എല്ലാം അവർ നിയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ സാറും മേയർ VV രാജേഷ് സാറും എല്ലാം നല്ല രീതിയിലുള്ള സഹകരണമാണ് കരിക്കം ക്ഷേത്രത്തിൽ. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പച്ചൽ ദേവി ഇതൊരു മലദൈവമാണ്. അവിടുന്ന് ദേവിയെ അവിടുന്ന് കൊണ്ടുവരികയും ഇവിടെ കാട്ടിലെ വിട്ട് തറവാടിൽ പച്ച പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തുകയും അത് കഴിഞ്ഞ് ദേവപ്രശ്ന വിധി പ്രകാരം ഒരു ആലയം പണിയണം എന്നുള്ള ദേവപ്രശ്ന വിധി പ്രകാരം ഇങ്ങനെ കരിക്കകം ഈ ദേശത്ത് ഒരു ആലയം പണിയുകയും ദേവിയെ ഇവിടെ കുടിയിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി, ഒരു വാർഡ് കൗൺസിലറായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻപ് അകത്തു നിന്നും പുറത്തു നിന്നും സംഘടിപ്പിച്ച ആളാണ്. ആ നിലയ്ക്ക് എന്താണ് ഭക്തജനങ്ങളോട് പറയാനുള്ളത്? ഭക്തജനങ്ങളോട് പറയാനുള്ളതെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊങ്കാലയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഗരസഭ VV രാജേഷിന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ MLA-യുടെ നേതൃത്വത്തിലും ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകദേശം 3 പ്രാവശ്യം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ ദർശനത്തിന് എത്താൻ വരുന്ന ഭക്തജനങ്ങൾക്കും അന്നദാന സദ്യയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നടപ്പിലാക്കി വരുന്നു. യാതൊരുവിധ കുറവും ഭക്തജനങ്ങൾക്ക് ഒരു കാര്യവും ഉണ്ടാവില്ല. എല്ലാ സൗകര്യവും കരിക്കം ക്ഷേത്ര ചാമുണ്ഡി ക്ഷേത്ര ട്രസ്റ്റ് നാട്ടുകാരും എല്ലാവരും ഒരുക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഈ നാടിന്റെ ഉത്സവമാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു ഉത്സവം നടത്തുകയാണ്. അതിന് ക്ഷേത്ര ട്രസ്റ്റ് ഉണ്ട്, സംഘാടകരുണ്ട്. പക്ഷേ നാട്ടുകാർ ഇത് ഏറ്റെടുക്കുമ്പോഴാണല്ലോ അതിന് ഭംഗി കൂടുക.